വീണ്ടും വാർത്തകളിലേക്ക്. ഡൽഹി ഓൾഡ് രാജേന്ദ്ര നഗറിലെ റാവു സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറി മലയാളി ഉൾപ്പെടെ 3 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. തിരുവനന്തപുരം സ്വദേശിയും JNUവിലെ ഗവേഷക വിദ്യാർത്ഥിയുമായിട്ടുള്ള നെവിൻ ഡാൽവിൻ, ഉത്തർപ്രദേശ് സ്വദേശി ശ്രേയ യാദവ്, തെലങ്കാന സ്വദേശി തനിയ സോണി എന്നിവരാണ് മരിച്ചത്. കനത്ത മഴയിൽ സമീപത്തെ ഓട പൊട്ടി വെള്ളം കോച്ചിംഗ് സെന്ററിന്റെ ബേസ്മെന്റിലേക്ക് ഇരച്ചു കയറിയതാണ് ദുരന്തത്തിന് ഇടയാക്കിയത്. കോച്ചിംഗ് സെന്ററിന്റെ ലൈബ്രറിയാണ് ബേസ്മെന്റിൽ പ്രവർത്തിച്ചിരുന്നത്. അപകടം നടക്കുമ്പോൾ നെവിൻ അടക്കം 30-ലധികം വിദ്യാർത്ഥികൾ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു. 10 അടിയോളം ഉയരത്തിൽ വെള്ളം പൊങ്ങിയതോടെ വിദ്യാർത്ഥികൾ ബേസ്മെന്റിൽ കുടുങ്ങുകയായിരുന്നു. മറ്റ് വിദ്യാർത്ഥികളെ ഫയർഫോഴ്സും NDRFും ഡൽഹി പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തി. കോച്ചിംഗ് സെന്റർ ഉടമയെയും കോർഡിനേറ്ററെയും പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ ഡൽഹി സർക്കാർ മജിസ്റ്റീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ബേസ്മെന്റിൽ ലൈബ്രറി പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല എന്ന് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനും വ്യക്തമാക്കി. കോച്ചിംഗ് സെന്ററിന് മുന്നിൽ വിദ്യാർത്ഥി പ്രതിഷേധം തുടരുകയാണ്. തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള നെവിൻ ഡാൽവിനും കുടുംബവും കഴിഞ്ഞ 6 വർഷമായി എറണാകുളം കാലടിയിലാണ് താമസിക്കുന്നത്. പള്ളിയിൽ രാവിലെ കുർബാനയ്ക്കെത്തിയപ്പോഴായിരുന്നു കുടുംബം അപകട വിവരം അറിയുന്നത്. നെവിന്റെ ബന്ധുക്കൾ വൈകിട്ട് ഡൽഹിയിലേക്ക് തിരിക്കും. നേരത്തെ റോജി എം ജോൺ MLA അവിടെ നെവിന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചതും റോജി എം ജോൺ ആണ്. ഇവർ ഇവിടെ വന്ന് താമസിക്കുന്നതാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് താമസിക്കുന്നതാണ്. ഇവർ അടിസ്ഥാനപരമായിട്ട് തിരുവനന്തപുരം ഭാഗത്തു നിന്നാണ് മനസ്സിലാക്കുന്നത്. ടീച്ചർ കാലടി സർവകലാശാലയിലെ അധ്യാപികയായത് ഉണ്ട്, ഇവിടെ താമസമാക്കിയിരിക്കുന്നതാണ്. മാത്രമല്ല നെവിനായാലും വർഷങ്ങളായിട്ട് ഇവിടെ ഇല്ല. നെവിൻ ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ സിവിൽ സർവീസ് കോച്ചിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഡൽഹിയിൽ തന്നെയാണ്. ഇപ്പോൾ നിലവിൽ ഇവർ സ്ഥിരമായിട്ട് ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുന്നത് ആലുവയിലുള്ള പള്ളിയിലാണ്. അപ്പോൾ ഞാൻ നെവിന്റെ ഫാദറായിട്ട് സംസാരിച്ചിരുന്നു, അങ്കിളായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പള്ളിയിലിരിക്കുന്ന സമയത്താണ് വിവരം അറിയുന്നത്. അതുകൊണ്ട് അവരിപ്പോൾ അവിടെ തന്നെയാണ് ഉള്ളത്, പള്ളിയിൽ ആലുവയിൽ തന്നെയാണ് ഉള്ളത്. അതിനുശേഷം നെവിന്റെ ഈ അമ്മയുടെ ആങ്ങള, അദ്ദേഹം എറണാകുളത്തുള്ള ആളാണ്. അദ്ദേഹം ഇന്ന് ഡൽഹിക്ക് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് 3:30 ഫ്ലൈറ്റിന്. അദ്ദേഹം അവിടെ ഡൽഹിയിൽ ചെന്നതിന് ശേഷം ബാക്കി പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തീകരിച്ചത് മിക്കവാറും നാളത്തേക്കാവാനാണ് സാധ്യത. അപ്പോൾ അത് പൂർത്തീകരിച്ചതിന് ശേഷം ബോഡി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അത് നമുക്കറിയില്ല. അത് വീട്ടുകാരുടെ താല്പര്യത്തിനനുസരിച്ച് അവർ തിരുവനന്തപുരത്തേക്ക് ആണ് അവരെ കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ, കൊച്ചിക്കാണ് ഇങ്ങോട്ടേക്കാണെങ്കിൽ ഇങ്ങോട്ടേക്ക്, അത് അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യും. നവമി ദിനേശ് എഴുതുന്ന വിവരങ്ങളുമായി നെവിന്റെ വീടിന്റെ സമീപത്ത് നിന്ന്. നവമി, ഏറെക്കുറെ അപ്രതീക്ഷിതവും ഞെട്ടലുണ്ടാക്കുന്നതുമായിരുന്നു ആ വാർത്ത. വലിയൊരു പ്രയത്നവുമായി ഡൽഹിയിലെത്തിയ ആ യുവാവിന്റെ ദാരുണാന്ത്യം. എങ്ങനെയാണ് പ്രതികരിക്കുന്നത് വീട്ടുകാർ? എൽദോ, ഇന്ന് രാവിലെയാണ് പള്ളിയിൽ വെച്ചാണ് ഈ ഒരു വാർത്ത ആ കുടുംബത്തെ തേടിയെത്തിയത്. ഇതിനുശേഷം അമ്മയ്ക്ക് ദേഹാസ്വസ്ഥം അനുഭവപ്പെടുകയും പിന്നീട് അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തിരുന്നു. നമുക്ക് ഊഹിക്കുന്നതിനുമൊക്കെ അപ്പുറത്ത് തന്നെയാണ് ആ കുടുംബം ഇപ്പോൾ അനുഭവിക്കുന്ന വേദന. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ആലുവയിൽ നിന്നും അവരുടെ വീട്ടിലേക്ക്, കാലടിയിലുള്ള വീട്ടിലേക്ക് മാതാപിതാക്കൾ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ അവരുടെ ബന്ധുക്കൾ മാധ്യമങ്ങളോട് ഒരു റിക്വസ്റ്റ് ചെയ്തിരുന്നു. കാരണം അവരുടെ ഒരു മാനസികാവസ്ഥ പരിഗണിച്ചുകൊണ്ട് ആ വീട്ടിൽ നിന്നും അല്പം മാറി നിൽക്കണമെന്ന്. അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ നിന്നും അല്പം മാറിയായി നിൽക്കുന്നത്. നമുക്കറിയാം ആ വീട്ടുകാർ കടന്നുപോകുന്ന ഒരു സാഹചര്യം അത് എത്രമാത്രമാണെന്ന്. അത് മാനിച്ചുകൊണ്ട് തന്നെ നമ്മളും അവർക്കൊപ്പം, അവരുടെ ദുഃഖത്തിനൊപ്പം ചേരാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും വലിയ ഒരു ദുരന്ത വാർത്ത തന്നെയാണ് രാവിലെ അവരെ തേടിയെത്തിയത്. പള്ളിയിൽ വെച്ചായിരുന്നു നെവിന്റെ വിയോഗ വാർത്ത അവരെ തേടിയെത്തിയത്. നെവിന്റെ അമ്മയുടെ സഹോദരൻ അമ്മാവൻ ഇന്ന് വൈകുന്നേരം 3:30 ഫ്ലൈറ്റിൽ ഡൽഹിയിലേക്ക് പുറപ്പെടും. അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം
പെരുമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുക. തിരുവനന്തപുരം സ്വദേശികളാണ്. പക്ഷെ അമ്മ ഇവിടെ കാലടി സംസ്കൃത കോളേജിലെ ജിയോളജി അധ്യാപികയാണ്. അപ്പോൾ അമ്മ ഇവിടെ ജോലി ചെയ്യുന്നതുകൊണ്ടാണ് കുടുംബം ഇങ്ങോട്ടേക്ക് താമസം മാറിയത്. അനിയത്തി സഹോദരിയുണ്ട്, നെസി. സഹോദരി MES കോളേജിലെ അധ്യാപികയാണ്. മാസങ്ങളായതേ ഉള്ളൂ ഇവിടെ കോളേജിൽ അധ്യാപികയായി ജോയിൻ ചെയ്തിട്ടുള്ളൂ. എന്തായാലും JNUവിലെ PhD വിദ്യാർത്ഥി കൂടിയാണ് നെവിൻ. ഇടയ്ക്ക് ഈ സിവിൽ സർവീസ് കോച്ചിങ്ങിനും ഒക്കെ പോകുന്നുണ്ട്. അങ്ങനെ പഠിക്കാനൊക്കെ വളരെ മിടുക്കനായ ഒരു വിദ്യാർത്ഥി. മകന്റെ വിയോഗത്തിൽ ഒരു നാടാകെ വളരെ വേദനയോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. ഇടയ്ക്കൊക്കെ ഈ വീട്ടിലേക്ക് വരികയും ഈ ബന്ധുക്കളൊക്കെ ആയിട്ട് അയൽക്കാരൊക്കെ ആയിട്ട് വലിയ സൗഹൃദത്തോടുകൂടി പോകുന്ന കുടുംബം തന്നെയാണ് നെവിനും നെവിന്റെ കുടുംബവും ഒക്കെ. എന്തായാലും മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ബന്ധുക്കളായിട്ട് തന്നെ അറിയിക്കും. കാരണം അവരുടെ ബന്ധുക്കൾ എല്ലാവരും തിരുവനന്തപുരത്ത് തന്നെയാണ്. ഈ നെവിനും കുടുംബവും മാത്രമേ ഉള്ളൂ കാലടിയിലായിട്ടുള്ളത്. പിന്നീട് നെവിന്റെ അമ്മയുടെ സഹോദരനും എറണാകുളത്തുണ്ട്. ആ സഹോദരനാണ് ഇന്ന് ഡൽഹിയിലേക്ക് പുറപ്പെടുക. എന്തായാലും മൃതദേഹം തിരുവനന്തപുരത്തേക്ക് തന്നെയായിരിക്കും കൊണ്ടുപോവുക. എങ്ങാനും കാലടിയിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള സൌകര്യങ്ങളെല്ലാം ഒരുക്കുമെന്നും റോജി M. ജോൺ MLA ഉൾപ്പെടെ പറയുകയുണ്ടായി. എന്തായാലും ജനപ്രതിനിധികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ആലുവയിൽ നിന്നും അമ്മയും സഹോദരിയും ഒപ്പം അച്ഛനും അല്പസമയത്തിനുള്ളിൽ തന്നെ വീട്ടിലേക്ക് എത്തും. എൽദോ, റൈറ്റ്. വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സാഹചര്യമാണത്. നെവിൻ അവിടെ ഡൽഹിയിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി പരിശീലനത്തിനായി പോയതാണ്. പക്ഷേ അവിടെ അതിദാരുണമായിട്ടുള്ളൊരു സംഭവത്തിൽ അപകടത്തിൽ മരണം സംഭവിച്ചു. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്.